ഈ അടുത്ത കാലത്ത് യൂണിയൻ ബഡ്ജറ്റിൽ ഷീ മാർട്ട് എന്നൊരു കാര്യത്തിനെ പറ്റി ഗവൺമെന്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഷീ മാർട്ട്? നമ്മൾ ലേഡീസിന് ഈ ഷീ മാർട്ട് കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്? ഇതെങ്ങനെയാണ് സ്ത്രീകളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കാൻ പോകുന്നത്? ഇൻഡിപെൻഡന്റ് ആക്കോ? അത് എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ബോസ്വാല ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ. ഐ എം അക്ഷര. സോ എന്താണ് ഷീ മാർട്ട് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇറ്റ് ഈസ് ഷീ മാർട്ട് എന്ന് പറയുന്നത് ഷീ മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് എംപവർമെന്റ് മാർക്കറ്റ് പ്ലേസ്. സോ ഇതിനെ പറ്റി കേൾക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ വിചാരിക്കും ഇത് ഗവൺമെന്റ് എന്തെങ്കിലും ലോൺ ആണോ എന്നൊക്കെ. ബട്ട് അല്ല, ഇതൊരു ഗവൺമെന്റ് സ്കീമല്ല, ഒരു സ്റ്റേറ്റ് സ്കീമല്ല, ഒരു സബ്സിഡി അല്ല, ഒരു ലോണോ അല്ല, ഒന്നുമല്ല. പിന്നെ എന്താണ് ഈ ഷീ മാർട്ടിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ത്രീകളില് ബിസിനസ് ഓണേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, ഇത് വർഷങ്ങളായിട്ട് ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഇതിന് കുറച്ചുകൂടെ പ്രസക്തി അല്ലെങ്കിൽ ഒരു ഊന്നൽ കൊടുത്ത് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇത് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം ഇതിനെപ്പറ്റി എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇത് കേരളത്തിൽ ഉണ്ടാവുമോ? കേരളത്തിൽ എവിടേക്കാണ് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഇത് കേരളത്തിലെ സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. സോ നമ്മുടെ കേരളത്തിൽ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് കൂട്ടായ്മകളുണ്ട്. കുടുംബശ്രീക്ക് പോലെയുള്ള അങ്ങനെയുള്ള കൂട്ടായ്മയിൽ നിന്നും അവർ ഒരുപാട് കാര്യങ്ങൾ, വ്യവസായം അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പ്രൊഡക്ട്സ് ഇൻ ദ സെൻസ് നമുക്ക് കാണാം കുറെ ഹാൻഡ് മെയ്ഡ് ബാഗുകള്, ചെരുപ്പുകള്, അല്ലെങ്കിൽ ഇപ്പം ഡ്രസ്സുകള്, ഇപ്പൊ ക്ലേ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വള, കമ്മല്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ത്രീകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളും ആണ്. പക്ഷെ ഇതിന്റെയൊക്കെ മുകളിലായിട്ട് എന്താണ് ഇവരുടെ പ്രശ്നം എന്നാണ് നമ്മൾ അറിയേണ്ടത്. സോ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ ഇവിടെ പ്രശ്നമൊന്നും സംഭവിക്കുന്നില്ല. ലൈക്ക് നല്ല രീതിയിൽ തന്നെ അവർക്ക് അത് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം എന്നുള്ളതിലാണ് ഒരു പ്രോബ്ലം ഉള്ളത്. അതാണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്കിപ്പോൾ ഷീ മാർട്ട് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ലേഡീസിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ളത്. സ്ത്രീകളിൽ തന്നെ ഒരുപാട് പേർക്ക് ബിസിനസ് ഓണേഴ്സ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ലൈക്ക് ഓൾറെഡി ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ളവരും ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിന് ഒരു സാഹചര്യം കിട്ടാത്ത ആളുകളുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിനായിട്ട് കൊണ്ടുതരുന്ന ഒരു അവസരമാണ് ഷീ മാർട്ട്. ഇപ്പൊ സ്ത്രീകൾ ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് അവർക്കത് വിൽക്കാനും ഒരു മാർക്കറ്റ് പ്ലേസ്, ഒരു സ്പേസ് ഉണ്ടാവുക എന്നുള്ളത് എത്ര നല്ലൊരു കാര്യമായിരിക്കും. ഇപ്പം ഗവൺമെന്റ് തന്നെ ONDC പ്ലാറ്റ്ഫോം ഒക്കെ പോലത്തെ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഷീ മാർട്ട് എന്ന് പറയുന്നത്. ഇത് ഓഫ്ലൈൻ ആയിട്ട് മാത്രമല്ല, നമുക്ക് ഓൺലൈൻ ആയിട്ടും സ്ത്രീകൾക്ക് വിൽക്കാനുള്ള ഒരു ചാൻസ് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. സോ ഈ ഒരു മാർക്കറ്റ് പ്ലേസിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു വലിയ മാർക്കറ്റ് പ്ലേസിലേക്ക് ഇവരുടെ പ്രൊഡക്ട്സ് എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇതിന്റെ മിഡിലായിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരാള് ഇവിടെ വരുന്നില്ല. ലൈക്ക് ഇവർ തന്നെ സാധനം ഉണ്ടാക്കുന്നു, ഇവർ തന്നെ ഒരു മാർക്കറ്റ് പ്ലേസിൽ കൊണ്ടുപോയി വിൽക്കുന്നു. സോ ഗ്രാമത്തിൽ മാത്രമല്ല, അവര് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ നഗരത്തിലേക്ക് എത്തിക്കാനും കൂടെ ഉള്ള ഒരു അവസരമാണിത്. ഇത് അവർക്ക് ഓൺലൈനിലും കൂടെ വിൽക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. സോ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇത് എങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം, എങ്ങനെ ഇതിന് പ്രൈസിങ് എങ്ങനെ ചെയ്യണം, എങ്ങനെ വിൽക്കണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ പോകുന്ന ആളുകൾ കുറേ പേരുണ്ട്. സോ അതിനോട് അവർക്ക് നഷ്ടം സംഭവിക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഈ ഒരു ഷീ മാർട്ടിലൂടെ ഇവർക്ക് ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് ഇതിനു വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിലൂടെ അവരുടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ആവുകയും ചെയ്യും. സോ ഇത് ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത് ആരാണ് നടത്തുന്നത്, എവിടേക്കാണ് ഉണ്ടാവുക എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും മാത്രമല്ല, ഡിസ്ട്രിക്റ്റിലും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പ്ലാൻ ആണ്. ഓൾസോ വിമൻ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എംപവർമെന്റ്, MSME സപ്പോർട്ട് ആൻഡ് ഡിജിറ്റൽ ഇൻക്ലൂഷൻ, ഇതെല്ലാം അവൈലബിൾ ആണ്. സോ ഇപ്പൊ ബിസിനസിനെ പറ്റി അറിയാത്ത ഒരാളാണെങ്കിൽ കൂടെ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പോലത്തെ ഒരു സംഭവം വരെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. സോ ഇത് ഗവൺമെന്റ് കൊണ്ടുവന്നൊരു സംഭവമാണ്. ഇത് ആരൊക്കെയാണ് നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. വിമൻ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ വെൽഫെയർ സ്ട്രക്ചേഴ്സ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, MSMEയുടെ എക്കോസിസ്റ്റം ആൻഡ് ലോക്കൽ ഫെസിലിറ്റേഷൻ സെന്റേഴ്സ്. സോ ഇത്രയും നല്ലൊരു ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ നല്ലൊരു എൻറ്റിറ്റി എടുത്ത് നടത്തുന്ന ഒരു ഷീ മാർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഈ ബിസിനസ് അവർക്ക് നാളെയും നല്ല രീതിയിൽ സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് മാത്രമല്ല, ആളുകൾക്ക് ഇടയിൽ കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി, അതായത് കുറച്ചുകൂടെ ട്രസ്റ്റ് ഉണ്ടാവുന്നതാണ്. സോ ആരൊക്കെയാണ് ഈ ഒരു ഷീ മാർട്ടിന് എലിജിബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കേരളത്തിന്റെ കാര്യത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളൊരു
ലേഡി ആയിരിക്കണം. സെക്കൻഡ് വൺ നിങ്ങളൊരു മലയാളി ആയിരിക്കണം. ആൻഡ് തേർഡ് തിങ് നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റാർട്ടപ്പ്, എന്തെങ്കിലും ഒരു സംരംഭം നിങ്ങൾ ഓൾറെഡി തുടങ്ങി വെച്ചിട്ടുള്ള ഒരാളും ആയിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഒരു എന്റർപ്രൈസ് അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് എന്തെങ്കിലും നിങ്ങൾ നടത്തുന്ന ഒരാളായിരിക്കണം. അതാണ് ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ടും ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരുന്നത്. സോ ഇതിലുള്ള ഒരു ഇൻക്ലൂഷനും കൂടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ കേട്ടതുപോലെ തന്നെ ഈ എന്റർപ്രൈസ് എന്തെങ്കിലും ഒരു ഓണർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ഒരു മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ചെറിയ ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, ചെറിയൊരു സംരംഭം. അതായത് നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ബിസിനസ് നടത്താം, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഓൺടർപ്രണർ ആവാൻ പോവുകയാണെങ്കിലും കുഴപ്പമൊന്നും വരുന്നില്ല. ബട്ട് എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. സോ ഒരു ലേഡി എന്ന നിലയ്ക്ക് നിങ്ങൾ ഒരു മാക്രോ ഒരു എന്റർപ്രൈസ് നടത്തുകയാണെങ്കിൽ കൂടെ ഇതിന് എലിജിബിൾ ആണ്. സോ ഇതിന് നിങ്ങൾക്ക് ഒരുപാട് പൈസയുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യം വരുന്നില്ല, ഫസ്റ്റ് തിങ്. രണ്ടാമത് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അങ്ങനെയൊന്നും ഇതിൽ വരുന്നില്ല, ഒരു ക്രൈറ്റീരിയ ആയിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. മൂന്നാമത് നിങ്ങൾ ഓൺലൈനായിട്ടോ എന്തെങ്കിലും വിറ്റ് അങ്ങനെ എന്തെങ്കിലും ശീലം ഉണ്ടാവണം, അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ല. നിങ്ങളൊരു ഫ്രഷർ ആയാലും ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസ് ആണ്. അതായത് ഇപ്പം നമ്മൾ സ്നാക്സ് ആവാം, അച്ചാറാവാം, എന്തെങ്കിലും സ്വീറ്റ്സ് ആവാം, അല്ലെങ്കിൽ മസാലാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വിൽക്കാൻ പറ്റും. അതുകൂടാതെ പിന്നെ വരുന്നത് ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ പ്രോഡക്ട്സ് ആണ്. ഇപ്പോൾ കൈത്തറി വസ്ത്രങ്ങൾ നമ്മൾ ഒരുപാട് സ്ത്രീകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ടൈലറിങ്, തയ്യൽ അറിയുന്ന ആളുകൾ, എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഫാഷൻ ഐറ്റംസ് ഒക്കെ, ഇപ്പോൾ ഡ്രസ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ഹോം ഡെക്കോർ സെക്ഷനാണ്. അതായത് ഇപ്പം നമ്മൾ വീട്ടിൽ അലങ്കാര വസ്തുക്കളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ക്ലേ വെച്ചിട്ട്, അല്ലെങ്കിൽ ക്ലേ വെച്ചിട്ട് തന്നെ ആണല്ലോ സെറമിക് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആ ഒരു മേഖലയിൽ വരുന്നുണ്ട്, ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ഹോം ഡെക്കോർ എന്ന് പറയുന്ന മേഖലയിൽ. നെക്സ്റ്റ് വരുന്നത് നാച്ചുറൽ ആൻഡ് വെൽനെസ് പ്രോഡക്ട്സ് ആണ്. അതായത് നമുക്ക് ഷാംപൂ, കണ്ടീഷണർ, സ്കിൻ കെയർ പ്രോഡക്ട്സ്, സോപ്പ്, ബോഡി വാഷ്, ഫേസ് വാഷ്, ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് അവിടെ വെക്കാവുന്നതാണ്. പിന്നെ വരുന്നത് കൾച്ചറൽ ആൻഡ് ക്രിയേറ്റീവ് ഗുഡ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതായത് നിങ്ങൾ സ്വന്തം ക്രിയേഷനിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്താണെങ്കിലും അതും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഐറ്റംസ് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഈ ഷീ മാർട്ടിലേക്ക് ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഷീ മാർട്ടിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഷീ മാർട്ട് സെൽഫ് ഹെൽപ്പ് ഓൺടർപ്രനർ മാർട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഗവൺമെന്റ് ഫെസിലിറ്റേഷൻ സെന്റേഴ്സിലോ അല്ലെങ്കിൽ SHG പോലെയുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന്റെ സഹായത്തിലോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ സെന്ററിലൊക്കെ പോയിട്ട് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് കയ്യിൽ വെക്കേണ്ടത് എന്ന് നമുക്ക് പ്രത്യേകം നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ് ഇസ് ആധാർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് തിങ് എന്താന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേസിക് ബിസിനസ് ഇൻഫർമേഷൻ. അതായത് നിങ്ങൾ എന്താണോ തുടങ്ങാൻ വേണ്ടി പോകുന്നത് അതിന്റെ ഒരു ചെറിയ നിങ്ങൾക്ക് അതിൽ എത്രത്തോളം അറിവുണ്ട് എന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ. അത് നിങ്ങൾ ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടുന്ന എന്തൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടി പോവുകയാണെങ്കിലും, എന്തൊരു സ്കീമിന്റെ അണ്ടറിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിലും, നിങ്ങൾ എന്ത് ബിസിനസ് ആണോ ചെയ്യാൻ പോകുന്നത് അതിന്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് അവർക്ക് കാണിച്ച് വിശദമാക്കി കൊടുത്താലേ ആ ഒരു സംഭവം നിങ്ങൾക്ക് പാസ്സായി കിട്ടുള്ളൂ. സോ അതുപോലെ തന്നെ, പക്ഷെ ഇതിൽ ബേസിക് ബിസിനസ് ഇൻഫർമേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ വലിയ സംഭവമാക്കിയിട്ടല്ല, ലൈക്ക് ബേസിക് കാര്യം മാത്രം പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. നെക്സ്റ്റ് തിങ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് പറയണം. പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. നെക്സ്റ്റ് വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ വെരിഫിക്കേഷന് വേണ്ടി പോയി കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണ്, ബിസിനസിന്റെ ഒത്തന്റിസിറ്റി നോക്കും, പിന്നെ പ്രോഡക്റ്റിന്റെ കാറ്റഗറി എന്താണ് എന്നൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെയാണ് വെരിഫിക്കേഷന് വേണ്ടി നോക്കുന്നത്. അടുത്തത് ഓൺ ബോർഡിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ സപ്പോസ് നിങ്ങളുടെ പ്രോജക്റ്റ് എല്ലാം ആക്സെപ്റ്റ് ചെയ്തു, എല്ലാം റെഡിയായി ഓൺ ബോർഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോഡക്ട്സ് എല്ലാം ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം ഒരു സെല്ലറിനെ ഓൺ ബോർഡ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബേസിക് ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ബേസിക് ഐഡിയ എങ്ങനെയാണ് ഒരു സംഭവം മാർക്കറ്റ് പ്ലേസിൽ വെക്കേണ്ടത് എന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഇതിലൂടെ തരുന്നതാണ്.
സോ നിങ്ങൾക്ക് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പാക്ക് ചെയ്യണം, അതെങ്ങനെ സെല്ലറിന് കൊടുക്കണം, അത് എങ്ങനെ കൊറിയർ അയക്കും, അല്ലെങ്കിൽ പേയ്മെന്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് അവിടെ നിന്ന് തരും. സോ ഈ ഷീമാർട്ടിന് നല്ലൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഗ്രാമത്തിൽ മാത്രമല്ല, അത് നഗരത്തിലോ അല്ല, ചിലപ്പം വെളിനാട്ടിലേക്ക് വരെ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്ത് അയക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള ഒരു സപ്പോർട്ടും കൂടെ നിങ്ങൾക്ക് എന്തായാലും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. സോ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു മിഡിൽ മാൻ ഇല്ല. ഓക്കെ, സോ ഇതിന്റെ ഇടയിൽ ഒരാളും എന്താ പറയുക, നിങ്ങളുടെ പ്രൈസിങ്ങിന്റെ കാര്യത്തിലും ഒന്നിലും ഇടപെടാൻ വേണ്ടി വരില്ല. കാരണം എല്ലാം നിങ്ങളുടെ തീരുമാനമായിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതിന്റെ പ്രൈസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, അത് നേരെ മാർക്കറ്റ് പ്ലേസിൽ കൊണ്ടുപോയി വെക്കാം, അല്ലെങ്കിൽ ബയറിന് നിങ്ങൾക്ക് സാധനം കൊടുക്കാം, അതുപോലെ നിങ്ങൾക്ക് പേയ്മെന്റ് മേടിക്കാം. സോ ഇതിനിടയിൽ ഒരു കൺഫ്യൂഷനും വരുന്നില്ല. യു ആർ ദ ബോസ് ഹിയർ, അല്ലേ? അങ്ങനെയാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ്ലൈനായിട്ട് മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്തിലെല്ലാം എല്ലാ കാര്യവും ഓൺലൈനായിട്ടാണ് കൂടുതലും ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നത്, റൈറ്റ്? ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള വെബ്സൈറ്റിലൂടെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ പല പല സ്ഥലത്തുനിന്നായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തുടങ്ങുന്ന ഒരു സംരംഭം ഇതുപോലെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇടുകയാണെങ്കിൽ അത് എത്രത്തോളം ഒരു ലാഭകരമായിട്ട് നിങ്ങൾക്കത് മാറും. സോ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ പ്രസൻസ് എന്തായാലും ഇതിലൂടെ ലഭിക്കുന്നതാണ്. സോ ഷീമാർട്ട് പ്രത്യേകമായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു ഇടം കൊടുക്കുകയാണ് അവർക്ക് വളർന്നു വരാൻ വേണ്ടി. ലൈക്ക് അവർക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്, അവരാണ് അതിൻ്റെ ഒരു ഡിസിഷൻ മേക്കർ. സോ അങ്ങനെ ഒരു ബോസ് ആവാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഷീമാർട്ട് എന്ന് പറയുന്നത്. സോ സ്ത്രീകള് വീട്ടിൻ്റെ അകത്ത് ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ട് അങ്ങനെ ഇരുന്ന് പോകുന്ന സ്ത്രീകൾക്ക് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ അവസരമാണ് ഈ ഒരു ഷീമാർട്ട് എന്ന് പറയുന്നത്. സോ എല്ലാവരും ഇതിനു വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് പുറത്തോട്ട് എടുക്കാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടുന്നില്ല. സോ അങ്ങനെ ഒരു ചാൻസ് ആണ് ഇവിടെ ഗവൺമെന്റ് ഒരുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് യൂണിയൻ ബഡ്ജറ്റിൽ പ്രത്യേകമായിട്ട് ഈ ഒരു ഷീമാർട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് അതിൽ പറയുന്നുണ്ടായിരുന്നു. ഒരു വീട്ടിലെ സ്ത്രീ നന്നായ ആ വീട് നന്നാവും, ആ വീട് നന്നായ ആ നാട് നന്നാവും എന്നാണല്ലോ നമ്മൾ പറയുന്നത്. സോ അതുപോലെ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംരംഭം ഗവൺമെന്റ് കൊണ്ടുവന്നത്. സോ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഓൺട്രപ്രണർ ഉറങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഉണർത്താനുള്ള ഒരു സമയമായിട്ടുണ്ട് എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഷീമാർട്ട് എല്ലാവരും മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഒരു ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു ദെം. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു ഷീമാർട്ടിനെ പറ്റി ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓൾസോ ഈ ഒരു ടോപ്പിക് അല്ല, വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കോമെന്റിൽ അറിയിക്കാവുന്നതാണ്. സോ ഇങ്ങനെയുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സിനായിട്ട് ഡെഫിനറ്റ്ലി ബോസ് വാല ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് ഐ വിൽ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. Boss Wala. Be the boss.